ഓണത്തിന് നമുക്ക് ശർക്കര വരട്ടിയും കായ ഉപ്പേരിയും ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 കിലോ കായയെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു 4 എണ്ണം എടുത്ത് ശർക്കര വരട്ടി ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ആദ്യം അതിന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കായ. ഇപ്പം ഇതേ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ തോല് കളയണ്ട, നമുക്ക് തോരൻ വയ്ക്കാം. ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി, അല്പം കനമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും. ഇങ്ങനെ നെടുക കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കും. ഏകദേശം ഒരേ കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അങ്ങനെ എല്ലാ കായും നമുക്ക് മുറിച്ചെടുക്കണം. പണ്ടൊക്കെ ഒരുപാട് ഉപ്പേരിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ അധികം അങ്ങനെ ഉപ്പേരി എണ്ണയിൽ വറുത്തൊന്നും കഴിക്കാത്തതുകൊണ്ട് ഓണത്തിന് വേണ്ടി പേരിനുണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കായ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂത്ത് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. കുറച്ച് കട്ടിയുള്ള കഷ്ണമായതുകൊണ്ട് ഇടുമ്പം എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അതിനുശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വേണം ഇത് വറുത്ത് കോരാൻ. ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് താമസം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പുറമങ്ങ് കരി അകത്ത് പച്ചയായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ പിന്നെ ഇതിന് ശർക്കരയൊക്കെ കോട്ട് ചെയ്യുമ്പം ഇങ്ങനെ അമങ്ങിപ്പോവും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് വറുത്ത് കോരുക. വറുത്ത് കോരുമ്പോൾ ഇങ്ങനെ കിലുകിലുന്ന് സൗണ്ട് കേൾക്കും. അതാണ് അതിൻ്റെ പരുവം. ഇനി ഒരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല ശർക്കരപ്പാനിയാണെങ്കിൽ വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ തൊട്ടാൽ ഒട്ടിട്ട് ഇങ്ങനെ ഒരു നൂൽ പരുവം ഇങ്ങനെ വലിഞ്ഞ് വരും. ആ പരുവം വരെ ഇതിനെ കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കുറുക്കി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പെട്ടെന്ന് തന്നെ ഇത് കായയിൽ മുഴുവൻ ശർക്കര കോട്ടാവും. ഇതെല്ലാം കോട്ടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഒന്നിച്ച് പൊടിച്ച് കുറച്ച് പഞ്ചസാരയായിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്, അതിട്ട് കൊടുക്കുക. ഒരല്പം പഞ്ചസാരയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിനെ അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ശർക്കരയൊക്കെ തണുത്തിട്ട് അതിലെല്ലാം കോട്ടായിട്ട് നല്ല പൊടി പോലെ ആവും. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, എല്ലാം നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശർക്കര ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് കായ വറുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കായ എടുത്തിട്ടുണ്ട്. അതിനെ ഞാനിപ്പോൾ ഈ സ്ലൈസറിലാണ് അരിഞ്ഞെടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ നേരിട്ട് അരിഞ്ഞെടുക്കുകയായിരുന്നു ചെയ്യുന്നത് കത്തി കൊണ്ട്. പക്ഷേ അപ്പം നമുക്ക് എല്ലാം ഒരേ കനത്തിൽ കിട്ടണം. ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പൊക്കെ പല പരുവത്തിലായി പോകും. ചിലത് നന്നായിട്ട് മൂത്ത് കരിഞ്ഞു പോകും, ചിലത് പാകത്തിന് മൂക്കും, ചിലത് മൂക്കത്തില്ല, അങ്ങനെയൊക്കെ കിടക്കും നമ്മൾ ഒരേ കനത്തിൽ അരിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ ഈ സ്ലൈസറിൽ വെച്ചിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനെ തിളച്ചെണ്ണയിലിട്ട് വറുത്ത് കോരാം. ഒന്നിച്ചിട്ടാലും അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. എണ്ണയിലിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വിട്ട് വന്നോളും. അപ്പം ഞാൻ വറുക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരല്പം വെള്ളത്തിൽ കലക്കി ആ കായ അരിഞ്ഞു വെച്ചതിലൊക്കെ ഒന്ന് പുരട്ടിയിട്ടാണ് വറുത്ത് കോരുന്നത്. ചിലരങ്ങനെയല്ല, ഇതിങ്ങനെ മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഈ എണ്ണയിലേക്ക് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ വെള്ളം ഒഴിക്കും. പക്ഷെ അതെനിക്ക് പേടിയാണ്, ഇങ്ങനെ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചെങ്കിലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചെയ്തു. ചിലർ വറുത്ത് കോരിക്കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളം തളിച്ചിട്ടൊന്ന് ഇളക്കി മറിക്കും. എങ്ങനെ ചെയ്താലും മതി. എനിക്ക് സൗകര്യമായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. നേരത്തെ തന്നെ ഒന്ന് പുരട്ടി വയ്ക്കുക, എന്നിട്ട് വറുത്ത് കോരുക. ഇതും അതുപോലെ തന്നെ തീ കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. സ്ലൈസറിൽ അരിയുമ്പം തീരെ കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല യെല്ലോ കളറിൽ നമുക്ക് കിട്ടില്ല, ഗോൾഡൻ കളറിൽ കിട്ടില്ല. അതുകൊണ്ട് തീ കുറച്ച് വയ്ക്കണം, എങ്കിൽ മാത്രമേ ഉപ്പേരി നല്ല ഗോൾഡൻ കളറിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്.
ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ കോരി എടുക്കുമ്പം പാകമായെന്നറിയാൻ വേണ്ടി ആ ഒരു കിലുകിലോ സൗണ്ട് കേൾക്കും എണ്ണയിൽ കിടക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കറിയാം അത് എല്ലാം ഒരുപോലെ മൂത്തിട്ടുണ്ടെന്ന്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നു, നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വലിയ വിലയൊക്കെ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇത്തിരി ക്ഷമ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.